പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഈ നിമിഷം മുതൽ അങ്ങയുടെ ഞങ്ങൾ തിരിച്ച് ഇന്നത്തെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവരെ കർത്താവെ, എല്ലാ മക്കളെയും, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന എല്ലാ മക്കൾക്കും, ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും, ഈ പ്രാർത്ഥന ആദ്യമായിട്ട് പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധ ദേവമാതാവിനെ പ്രത്യേക മാധ്യസ്ഥ ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തികളെയും നിൻ്റെ ഒപ്പിനെയും നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ യാത്ര, നിൻ്റെ ജോലി, നിൻ്റെ താമസം, നിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ കർത്താവിനെ ഏറ്റെടുക്കുകയും നിനക്കത് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകളിൽ നിന്ന് തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവശ്യിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുള്ള തടസ്സങ്ങളെ ഈ ഒറ്റ പ്രാർത്ഥനകൾ നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളം ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഇന്നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എല്ലാ കാലത്തും വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ എന്നുള്ളതിന് നമുക്ക് നമ്മുടെ പ്രായത്തിനൊത്ത് മറുപടി പറയണം. അല്ല 2 വയസ്സിൽ 5 വയസ്സിൽ ദൈവൻ്റെ പിതാവാണ് ഞാൻ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞത്, അല്ല 5 വയസ്സ് അതിൻ്റെ കിൻഡർഗാർട്ടൻ സ്റ്റൈലിൽ ആദ്യകാലങ്ങളിൽ ദൈവാനുഭവത്തിൽ ആദ്യകാലം പറയാം. പക്ഷെ മുതിർന്നാൽ അത് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആധ്യാത്മിക സ്വയം പര്യാപ്തത എന്ന് പറയുന്ന സംഭവമുണ്ട്. സെൽഫ് സഫീഷ്യൻറ്റി, സ്പിരിച്വൽ സെൽഫ് സഫീഷ്യൻസി. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് സ്പിരിച്വൽ സെൽഫ് സഫീഷ്യൻസിയെ കുറിച്ചാണ്. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ സെൽഫ് സഫീഷ്യൻസി ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഈശോടുത്ത് പപ്പ ജപ പഠിക്കണുണ്ടല്ലേ, ആരാണത്? സെഞ്ചൂറിയൻ. ആ സെഞ്ചൂറിയൻ്റെ അടുത്ത് ലുക്ക 7:7 അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും കണ്ട അയാൾ ഹീസ് നോട്ട് സ്പെഷ്യലി സഫീഷ്യൻറ്റ്. എന്താ അയാളെ പറഞ്ഞു? സെഞ്ചൂറിയൻ ശതാബ്ദം എന്താ പറഞ്ഞത് ഈശോനെ കുറിച്ച്? അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് എനിക്ക് യോഗ്യതയില്ല എന്ന്. അയാൾക്ക് 10, 50, 60, 55 വയസ്സുണ്ട്. ക്രോണോളജിക്കലി അയാൾക്ക് നല്ല വയസ്സുണ്ട്. പക്ഷേ അയാൾ ഈശോനെ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ പറ്റണില്ല അയാൾക്ക്. അയാളത് നേരിട്ട് പക്ഷെ പാവപ്പെട്ടവൻ തുറന്ന് പറഞ്ഞു, അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ലെന്ന് ഞാൻ വിചാരിച്ചു. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് ആരോട് പറഞ്ഞ അയാൾ എന്താ ചെയ്യണത്? അയാൾ യഹൂദ പ്രമാണിമാരോട് പറഞ്ഞു. യഹൂദ പ്രമാണിമാരാണ് ഈശോനോട് അയാളെക്കുറിച്ച് പറയണത്, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലുക്ക 7:3 ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് ശതാധിപൻ യേശുവിനെ കുറിച്ച് കേട്ട് തന്റെ വൃത്തിനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവന്റെ അടുത്ത് അയച്ചു. അപ്പൊ ചില യഹൂദ പ്രമാണികളെ, പുള്ളിക്കാരന് ഒരു സ്പിരിച്വൽ സഫീഷ്യൻസി ഇല്ല, സെൽഫ് സഫീഷ്യൻസി ഇല്ല, ആധ്യാത്മികമായിട്ടുള്ള ഒരു യോഗ്യതയില്ല. അതുകൊണ്ട് അയാൾ വേറെ ഒരാളെ ചട്ടം കെട്ടുകയും അവർ വന്ന് എന്താ പറയണമെന്ന് വെക്കേ, അവർ വന്ന് ഈശ്വരനോട് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗമുണ്ട്. ലുക്ക 7:4-5 അവർ യേശുവിന്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ച് പറഞ്ഞു. അവരും വന്നിട്ട് കേണപേക്ഷിക്കണം കേട്ടാ, നേരെ ഒന്നും പറയണില്ല. പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. സെഞ്ചൂറിയൻ ശതാധിപൻ അർഹനാണെന്ന്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒഴിവാക്കരുത്. കേണപേക്ഷിക്കണ ആ യഹൂദ പ്രമാണികൾ നല്ലവരാണ്. കേണപേക്ഷിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഒഴിവാക്കപ്പെടാതിരിക്കാനാണ് കേണപേക്ഷിക്കണത്. എന്നിട്ട് കാര്യം പറയും. അതെന്താണ്? ആ ശതാധിപൻ്റെ ഒരു ആസ്തി ഭദ്രത എന്ന് പറയും. അയാൾ ദൈവത്തിൻ്റെ സന്നിധി സമ്പന്ന. വൈ ഷുഡ് ഐ ഹിയർ യുവർ പ്രെയർ? ഈ പ്രശ്നം തന്നെ നമുക്ക് മുന്നത്. വൈ ഷുഡ് ഐ ഹിയർ ദ പ്രെയർ ഓഫ് ദി സെഞ്ചൂറിയൻ? അതാണ് 2 കാര്യങ്ങളാണ്. ഒന്ന്, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അവൻ സിനഗോഗ് പണിത്, പ്രാർത്ഥനാലയം പണിത് തന്നിട്ടുണ്ട്. എൻ്റെ ദൈവവേദന ഇതുപോലെ നിൻ്റെ ഈ വയസ്സില്ലേ, ഭൗമികമായ വയസ്സില്ലേ, 20 ആകാം, 25 ആകാം, ചില 40 ആകാം, 45 ആകാം, 55 ആകാം. ഈ വയസ്സിൻ്റെ ലെവലനുസരിച്ച് നിനക്ക് ദൈവത്തിരുസന്നിധിയിൽ ആസ്തി ഭദ്രത വേണം. നമ്മളെ എപ്പോഴും വില്ലനാക്കുന്നത് വയസ്സാണ്. തമാശ പറയല്ല. ഇപ്പം നിനക്ക് ഭക്തി ഉണ്ട്, വിശ്വാസമുണ്ട്, ദൈവത്തിരുസന്നിധി സുഹൃതങ്ങളുണ്ട്, ആസ്തി ഭദ്രത ഉണ്ട് എന്ന് ചോദിച്ചാൽ കർത്താവ് എന്താ തിരിച്ചു ചോദിക്കണത്? നിൻ്റെ വയസ്സ് ചോദിക്കും കർത്താവ്. നമ്മൾ ആരെങ്കിലും ആണെന്ന് പറഞ്ഞാൽ നമ്മളുടനെ കർത്താവ് നമ്മൾ ചോദിക്കും, നിൻ്റെ വയസ്സത്തെ നിനക്ക് അറിയാമോ എന്ന് ചോദിക്കും. അപ്പം നമ്മളൊക്കെ അങ്ങനെ ചോദിച്ചാൽ കർത്താവ് അതോടെ ചോദിച്ചു. നിക്കോദേമോസിനോട് ചോദിക്കണില്ല. അതാണ് സംഭവം. അയാൾ പറയാൻ പ്രായമായി എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ ചോദിക്കണത്? നീ ഇസ്രയേലിലെ റബിയല്ലേ? അതാണ് നിൻ്റെ സ്റ്റാറ്റസ്. അതാണ് ഇസ്രയേലിലെ റബി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തന്നെ റബിയാകത്തില്ല. അതിന് നല്ല പ്രായവും പക്വതയും ഇരുത്തവും വന്നിരിക്കണം. റബി അയാളുടെ ക്രോണോളജി ക്ലിയർ, അയാളുടെ ഇമോഷൻ മച്യൂരിറ്റി, അയാളുടെ സ്റ്റാറ്റസ്, അയാളുടെ സ്റ്റാറ്റസിന് പറ്റുന്ന രീതിയിൽ അയാൾക്ക് ദൈവത്തോടുള്ള റിലേഷൻസ് ഉണ്ടാകണം. 3:10
യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? അതിന്റെ നിക്കോദേമോസിനോട് പറഞ്ഞാണ്, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? അവന്റെ സ്റ്റാറ്റസിൽ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അവൻ എന്താണ്, വീണ്ടും ജനിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയണത്. അയാൾ ചോദിക്കണത് വീണ്ടും എങ്ങനെ ജനിക്കും, ഞാൻ പ്രായമായില്ല എന്ന് ചോദിക്കണത്. ഇപ്പം പ്രായമായിട്ട് കാര്യമില്ല, പ്രായത്തിനൊപ്പം അറിവുണ്ടാകണം എന്നാണ് പറയണത്. മനസ്സിലായില്ലേ? അത് ഭയങ്കര നിസ്സാരമല്ല, അത് ഭയങ്കര വെല്ലുവിളിയാണത്. അപ്പോൾ നമ്മളുടെ പ്രായത്തിനൊപ്പം ദൈവാനുഭവം നമുക്ക് ഉണ്ടാകണം. പ്രായത്തിനൊപ്പം നമുക്ക് ദൈവത്തിനെക്കുറിച്ച് അറിവും അനുഭവവും ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനെ ഒരു അപ്ഡേഷൻസ് വന്നാലാണ് നമുക്ക് അതിജീവിക്കാൻ പറ്റത്തുള്ളൂ എല്ലാ വിഷയങ്ങളെയും. ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിരുന്നേ, നിന്നെ എല്ലാവരും എഴുന്നേൽക്കുക, കൈകളെടുത്തുകൊണ്ട് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ ആത്മനൊമ്പരങ്ങള് എല്ലാവരെക്കാളും ഉപരിയായി അറിയുന്നവനെ, എല്ലാ നൊമ്പരങ്ങളെയും ദിവ്യകാരുണ്യനാഥ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എരിയും ശ്രദ്ധിക്കട്ടെ. കൈകൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കരിഞ്ഞുപോയ ഒരു സ്ഥലം കർത്താവ് കാണിക്കുന്നുണ്ട്. കരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കരിഞ്ഞിരിക്കണേ. എങ്ങനെയാണ് കരിയണമെന്ന് അച്ഛൻ അറിയത്തില്ല. ശരീരം ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നു, കരിഞ്ഞ് വരുമ്പോൾ പോലെ. അതായത് ഇപ്പം ചിലപ്പോൾ കീമോ എടുത്ത് കരിഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ മെഡിക്കേഷനിലൂടെ കരിഞ്ഞു പോയതാണ് ഈ കാണിക്കുന്നത്. ചികിത്സയുടെ ഭാഗമായിട്ട് കരിഞ്ഞ് കറുത്തുപോയ ശരീരഭാഗങ്ങളെ, ആ രോഗങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈശോ അതിനെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഒരു മൂക്ക് ഇങ്ങനെ മെസ്സേജിൽ വരുന്നുണ്ട്. ചിലപ്പോൾ മൂക്കിൽ സിസ്റ്റ് ആകാം, അല്ലെങ്കിൽ മൂക്ക് ഏതെങ്കിലും തരത്തിൽ ഡിസോർഡർ ആയിരിക്കാം. മൂക്കിന് രോഗമുള്ളവർ മൂക്കിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോഴവരെ കർത്താവ് സൗഖ്യപ്പെടും. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ കർത്താവ് നിന്റെ നാസികയെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വെളുത്ത വേരുകൾ ഓടുന്ന രോഗങ്ങൾ, വെളുത്ത വേരുകൾ, ചെറിയ രീതിയിലുള്ള വെളുത്ത നിറത്തിലുള്ള വേരുകൾ ഓടുന്ന രോഗങ്ങൾ,
അങ്ങനെയാണ് അത് കാണിക്കുന്നത്. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. സാക്ഷ്യം അങ്ങ് ഞങ്ങളെ എരിയും മെഴുകുതിരി ശ്രദ്ധിക്കട്ടെ. ആരാധന അരികിൽ വരണമേ. സാമ്പത്തിക കടങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ളവർ മാത്രം കൈയുയർത്തുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് അടക്കാൻ പറ്റാത്ത രീതി ദൈവം ഇടപെടലില്ലെങ്കിൽ അടക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാകും. അവരെല്ലാം കൈയൊരുന്ന് കൈപ്പൊക്കണ്ട. ദൈവം ഇടപെടാതെ ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടത്തില്ല എന്നുള്ളവർ മാത്രമേ കൈപ്പൊക്കാവൂ. ദൈവം പ്രത്യേകമായ വിധത്തിൽ എന്നുവെച്ചാൽ ഉടമ്പടി അനുസരിച്ച് നോട്ട് ബൈ മെറിറ്റായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥലം വിൽക്കാനുണ്ടാകും. അത് വിറ്റ് മാറിയാലും മതിയായിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും പണം തരാനുണ്ടാകും, അത് തന്നു മാറിയാലും മതിയായിരിക്കും. അതുപോലെ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പറ്റാത്ത രീതിയിലുള്ള കർത്താവ് ഇന്ന് തന്നെ ഇടപെടണം, കർത്താവ് ഇപ്പോഴും തന്നെ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധി പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിശ്ചയെ വലിയ കടുത്ത സാമ്പത്തിക ബാധ്യതയിൽ പോകുന്നവരെ കർത്താവ്, സാമ്പത്തിക ബാധ്യത കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നൊരു ഐഡിയ ഇല്ലാതെ കർത്താവെ വിഷമിക്കുന്നവർ കടന്ന് പ്രാർത്ഥിക്കുന്ന അവിടെ കടങ്ങളെല്ലാം പരിഹരിക്കാൻ കർത്താവ് ഈ ആഴ്ചയിൽ തന്നെ കർത്താവെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവെ അവർക്ക് പ്രത്യേകമായ കർത്താവ് വഴി നടത്തൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. യാത്ര ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. യാത്ര ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കാൻ പോകുന്ന യാത്രയാകാം. കൃപാസനം മാതാവ് സഞ്ചാരി മാതാവായത് കാരണം നമ്മളത് യാത്ര സമർപ്പിച്ച തീർച്ചയായിട്ടും മാതാവ് നിൻ്റെ കൂടെ വരും. നിൻ്റെ കഴിവിനേക്കാളും ദൈവം നിന്നെ സഹായിക്കും. ചിലപ്പോൾ ഇൻ്റർവ്യൂ ആകാം, അതിന് യാത്രയാകാം, ചിലപ്പോൾ ടെസ്റ്റ് ആകാം, ചിലപ്പോൾ യാത്രയാകാം. അത് ഓൺലൈൻ ചെയ്യാനുള്ള ആൾക്കാരായാലും കൈവെക്കണം. കാര്യം അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇൻ്റർവ്യൂ, ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ യാത്ര പോയി ചെയ്യേണ്ട കാര്യമാകാം. എംബസിയിലോട്ടോ അല്ലെങ്കിൽ കമ്പനിയിലോട്ടൊക്കെ പോകേണ്ടവരുണ്ടാകാം. എവിടെ യാത്ര, ജോലി സംബന്ധമായ വിഷയത്തിനോ ചികിത്സ സംബന്ധമായ വിഷയത്തിനോ യാത്ര ചെയ്യാനുള്ളവർ കൈപൊക്കുക. ഓൺലൈനിലുള്ളവർക്ക് കൈപൊക്കി പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത്. അച്ഛനോട് ചേർന്ന് ശ്രദ്ധിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മാസം നടക്കുന്ന, ആഴ്ചയിൽ നടക്കാൻ പോകുന്ന മുഴുവൻ യാത്രകൾ, ജോലിക്ക് വേണ്ടിയുള്ള യാത്രകൾ, ചികിത്സയ്ക്ക് വേണ്ടിയുള്ള യാത്രകൾ, സാമ്പത്തികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, മക്കളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, വിവാഹത്തിൻ്റെ ഒരുക്ക യാത്രകൾ, കർത്താവെ, മറ്റെല്ലാ ചികിത്സാ യാത്രകൾ, എല്ലാ യാത്രകളും സഞ്ചാരി മാതാവായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ സഹയാത്രികമായി കൂടി യേശുവും കർത്താവെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് സഞ്ചരിച്ചു പോയ അമ്മയുടെ മധ്യസ്ഥത ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. അരികിൽ വരണമേ. രോഗികളായിട്ടുള്ളവരെ വിവിധമായ രോഗം അനുഭവിക്കുന്ന ശരീര മേഖലകളിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് ഉടമ്പടി പ്രാർത്ഥനയുടെ ഭാഗമായി വരുന്ന ധ്യാനമാണ്. അതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ഒരു 100 കണക്കിന് ഇങ്ങനെ കൈ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന
സൗഖ്യത്തെക്കുറിച്ച് നമുക്ക് യൂട്യൂബിൽ സാക്ഷ്യം കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടെ ഇങ്ങനെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പെർപ്രസ്ഡ് ആയിട്ടുള്ള ഹാർട്ടല്ല, കംപ്ലീറ്റ് ആൻഡ് ഹാർട്ട്, അതായത് പൂർണ്ണ ഹൃദയത്തോടെയാണ് നിങ്ങൾ കൈവെക്കേണ്ടത്. ഉദര രോഗികൾ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. പിസ്റ്റുല PCOD രോഗികളെല്ലാവരും അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അതിന് പലതരത്തിലുള്ള സിസ്റ്റ് രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരും ട്യൂബർ പ്രഗ്നൻസി നടന്നിട്ടുള്ളവരും മക്കളില്ലാത്തവരൊക്കെ ഇപ്പോൾ അടിവയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മനസ്സിൽ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ ഇങ്ങനെ കൈവെക്കുന്ന സമയത്ത് കർത്താവ് മാതാവിൻ്റെ കൈയാണിതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. അല്ല, നിങ്ങൾ കൈവച്ചുകൊണ്ടിരിക്കുകയല്ല എൻ്റെ അർത്ഥം. അമ്മയെക്കൊണ്ട് നമ്മൾ കൈവെക്കുന്നതിൻ്റെ അടയാളം, വിശ്വാസത്താൽ കൈവെപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ അമ്മയ്ക്ക് വേണ്ടി കൈവച്ചിരിക്കുകയാണ്. വിശ്വാസത്തിൽ അത് അമ്മയുടെ കൈ തന്നെയാണെന്നുള്ള ബോധ്യം ഉണ്ടാകണം നമുക്ക്. ഞങ്ങൾ അമ്മയുടെ പേരിലാണ്, അമ്മ ഞങ്ങളുടെ ശരീരഭാഗത്ത് കൈവെക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ കൈവച്ചിരിക്കുന്നത്. ആ ഒരു ഓർമ്മയിൽ, ആ ഒരു ബോധത്തിലാണ് ഞങ്ങളത് ചെയ്യണത്. അമ്മ ഇപ്പോഴെല്ലാവരുടെയും ശരീരത്തിൽ അങ്ങ് അമ്മ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവരും പുതുക്കാൻ പോകുന്നവരും എവിടെയെല്ലാം ശരീര രോഗങ്ങളുണ്ട്, സ്പോണ്ടിലോസിസ് ഉള്ളവർ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നാക്കിലൊക്കെ അസുഖമുള്ളവരെ നാവിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ തലവേദനയുള്ളവരെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കണ്ണിന് അസുഖമുള്ളവരെ കണ്ണിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ എവിടെയാണോ അസുഖം വരണത്, ഇപ്പം നടുവിന് വേദനയുള്ളവരും കിഡ്നി രോഗമുള്ളവരും നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പം അങ്ങനെ എവിടെ ശ്വാസകോശ രോഗികൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോരോ രോഗികൾ എവിടെയൊക്കെയാണ് രോഗം, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈനിലൂടെയാണ് പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്ത് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവേ നീ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ട് ആരാധനയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അടിപ്പിട പോലെ വൈദ്യാക്കാലം പോലെ ദൈവികമായ കരുത്ത് ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ദൈവനാമത്തിൽ നിങ്ങൾ മാർഗരോഗങ്ങൾ തിരവേശികൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വരുമാന മാർഗങ്ങള് മുട്ടിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടകമ്പോളങ്ങള് അടഞ്ഞുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് ശമ്പളമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കണമേ. വഴിപിഴച്ച പെരുമാറ്റങ്ങള്, തെറ്റായ ബന്ധങ്ങള്, പ്രണയബന്ധങ്ങള് കർത്താവേ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. വിവാഹം ഒത്തുവരാത്തവര്, മക്കളില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വെള്ളമില്ലാത്തവര് എല്ലാവരും കർത്താവേ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ അധിവസിക്കട്ടെ. സാക്ഷ്യം പറയാൻ ഇടയാക്കണമേ. അസ്ഥി രോഗികള്, അസ്ഥി മുടിഞ്ഞവര്, അസ്ഥി തിന്നവര്, ന്യൂറോ രോഗങ്ങള് ഏറ്റെടുക്കട്ടെ. അലർജി രോഗങ്ങള്, വാതരോഗങ്ങള് ഏറ്റെടുക്കട്ടെ. യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സദയം തുടരേ സുഖമായി
കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ ആരാധന, കർത്താവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൈകൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, നിങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നു. ഉടമ്പടിയിൽ വെച്ച ഓരോ നിയോഗങ്ങൾ ഏറ്റെടുക്കുന്നു. അനേകായിരം പേര് കർത്താവേ അങ്ങേ പരിശുദ്ധമ്മയുടെ മാതൃശക്തിയിൽ ആശ്രയിച്ച് ബഹുമാനപ്പെട്ട ജോസഫിന്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു പോയ രോഗികളെ ഈശോ തൊഴുന്ന നിമിഷമാണ്. ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപാസനം സംഭരിച്ച പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി കർത്താവേ തിരുസഭയുടെ മേൽ ദിവികാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമാകണമേ. കർത്താവേ ആണ് ജോസഫിനെ പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്ക് മേൽ കൃപ നൽകി കർത്താവേ ജനതകൾക്ക് വേണ്ടി ഉപകരണം ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നേവരും കൃപാസനം വന്നു പോയി ഓരോ മക്കളെയും സ്പർശിക്കണമേ. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് 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 ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രത്യക്ഷീകരണമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ വേണ്ടി മധ്യസ്ഥയാകണമേ. എല്ലാവരും ഇരിക്കുക. പ്രിയമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ്. കൃപാസനത്തിൽ എല്ലാ ദിവസവും വിശുദ്ധ ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും സൗകര്യം ഉണ്ടായിരിക്കും. രാവിലെ 7:30 മുതലാണ് ശുശ്രൂഷ സമയം. 7:30 പരിശുദ്ധ കുർബാന അർപ്പണമാണ്. ആൾക്കാർ 5 മണി തൊട്ടൊക്കെ വരും. പക്ഷെ നമ്പർ കൊടുക്കുന്നത് 6:30 6:30 തൊട്ട് നമ്പർ കൊടുക്കാൻ തുടങ്ങും. അത് ഗേറ്റിങ്ങിലാണ് നമ്പർ കൊടുക്കുന്നത്. കാര്യം അവസാനം വന്നവർ ആദ്യം പോവുകയും ആദ്യം വന്നവർ അവസാനം പോവുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്പർ കൊടുക്കുന്നത്. ആ നമ്പർ തന്നെയായിരിക്കും അവസാനം വരെ ഫോളോ ചെയ്യണത്. ഉടമ്പടി ക്ലാസ്, കൗൺസിലിങ്, കൗണ്ടർ എല്ലായിടത്തും ഫോളോ ചെയ്യണത് ആദ്യം തന്ന നമ്പറായിരിക്കും. ആ നമ്പർ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. 7:30 കുർബാനയ്ക്ക് ശേഷം ഉടനെ ഉടമ്പടിയുടെ ക്ലാസ് അൾത്താറിൽ നടക്കുന്ന പൊതുവായിട്ടുള്ള ക്ലാസ്സാണ് ഉടമ്പടിയുടെ. അത് ഞാനാ ചെയ്യണത് ആ ക്ലാസ്. അതിനുശേഷം ഉടമ്പടി എടുക്കാനുള്ളവർ 3-ാം നിലയിൽ പോകുന്നു. ഉടമ്പടി പുതുക്കാനുള്ളവർ കൗൺസിലിങ്ങിന് വേണ്ടി 2-ാം നിലയിൽ പോകുന്നു. അവിടെ കൗൺസിലിംഗ് ക്ലാസ്സും അതിൻ്റെ വഴി പോലെ ലഭിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2.5 മണിക്കൂറാണ് ഉടമ്പടിയുടെ പ്രോസസ്സിങ് ടൈം. അത് ക്ലാസ്, അതിനുശേഷമുള്ള ഉടമ്പടി എങ്ങനെ ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ക്ലാസ്, കൗൺസിലിങ്, പിന്നെ നമ്മൾ ഉടമ്പടി എടുക്കാനുള്ള അവസാനത്തെ പ്രാർത്ഥന പരിചരണങ്ങളെല്ലാം കൂടി 2.5 മണിക്കൂറാണ്. അപ്പോൾ എന്നാ വിഷയം എന്ന് പറയുന്നത്, ലാസ്റ്റ് ഉടമ്പടി നമ്മൾ ഉടമ്പടി പേപ്പർ ഇവിടുന്ന് ഉടമ്പടി ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ഉച്ചയ്ക്ക് 3 മണിക്കാണ്. കാരണം 3 മണി കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി പുതിയ ഉടമ്പടി എടുക്കത്തില്ല. 3 മണി കഴിഞ്ഞാൽ പിന്നെ പുതിയ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം, ഉടമ്പടി എടുക്കണമെങ്കിൽ ക്ലാസ് കിട്ടണം. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് രാവിലെ ഒരു ക്ലാസ് ഉണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ശ്രദ്ധിക്കണം. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ 4 മണിക്ക് പിടച്ചോടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറയും. കാര്യത്തിൽ അത് സമാധാനത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ച് വരുന്നവരെ മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് ഉടമ്പടിക്ക് വേണ്ടി തന്നെ വരും. ചില ആൾക്കാർ ഹാഫ് പേ ആണെന്ന് പറഞ്ഞുകൊണ്ട് ലീവിന് പോകും. ഹാഫ് പേ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തുനിന്നൊക്കെ ഇറങ്ങും. ഹാഫ് പേ കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ 5 മണിയാകും. അപ്പോൾ ആ പേ അതും ഉണ്ടാകത്തില്ല, ഇതും ഉണ്ടാകത്തില്ല. അപ്പം അങ്ങനെയുള്ള ഉടമ്പടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വന്ന് ചീട്ട് വാങ്ങിച്ച് ഉടമ്പടി
കാര്യം ആ ഉടമ്പടി കൊടുക്കുന്ന ആളിനാണ് ചീട്ട് കൊടുക്കുന്നത്. അല്ല നിങ്ങൾ ചീട്ട് ഇടിപ്പിച്ച് ആശുപത്രിയൊക്കെ ചെയ്യണ പോലെ ചീട്ട് ഇടിപ്പിച്ച് വെക്കാനൊന്നും പറ്റത്തില്ല. ആ ബൈ പേഴ്സൺ ഇവിടെ ആൾ വരണം. 3 മണിക്കൊണ്ട് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ഇവിടുന്ന് ആൾക്കാർ പോകണത് 6 മണിക്കാണ്. എന്താ കാര്യം? 3 മണിക്ക് ഉടമ്പടി എടുത്ത് ഇവിടെ ക്ലാസ് 4 മണിക്ക് തീരും. പിന്നെ അവിടെ കൗൺസിലിങ് 4:30 തീരും. പിന്നെ അവരെടുത്ത് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളെല്ലാം മേടിച്ച് പുറത്തിറങ്ങുമ്പോൾ 6 മണിയാകും. അപ്പോൾ അത് 6 മണിയാണ് ആൾ പോണത് ഇവിടുന്ന്. സ്റ്റാഫിന് 52ഓളം സ്റ്റാഫുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വീട്ടിൽ പോകണ്ടേ, പലയിടത്തും അകലെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണക്കാക്കി അവിടെ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ആ വിഷയത്തിൽ ശ്രദ്ധ ഇപ്പോൾ ചിലർ രോഗികളെ കൊണ്ടുവരും. ഈ രോഗികളെ കൊണ്ടുവന്നാലും ശരി, കിടപ്പ് രോഗികളായാലും ഇരിപ്പ് രോഗികളായാലും ശരി, സ്ട്രെച്ചറെ കൊണ്ടുവന്ന ആൾ ഉടമ്പടി എടുത്തിരിക്കണം. ഇതിൻ്റെ ഉടമ്പടി കൃപാസനത്തിൻ്റെ രീതി, ഇത് ദൈവം ഉടമ്പടി തന്ന ധ്യാനകേന്ദ്രമാണ്. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി വെച്ചേ എല്ലാം ചെയ്യത്തുള്ളൂ. അത് ഉടമ്പടി എടുക്കുന്നത് എല്ലാ കോൺടാക്റ്റ് ശുശ്രൂഷകളെല്ലാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഉടമ്പടി എടുത്തതാണോ, ഉടമ്പടി പുതുക്കിയതാണോ എന്നൊക്കെ ചോദിക്കത്തുള്ളൂ. വേറെ ഒന്നും ചോദിക്കത്തില്ല. അല്ല ക്യാൻസറാണോ അല്ലെങ്കിൽ കരളിൻ രോഗമാണോ, അല്ല, അതല്ല പ്രശ്നം. ഉടമ്പടി തന്നെയാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ളവരും ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ, അപ്പോൾ ഈ ഉടമ്പടി എടുക്കാതെ രോഗിനെയും കൊണ്ടുവന്ന് ചാണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെടുക്കത്തില്ല. അവരെന്ന് വീട്ടിൽ ശല്യമാകുമ്പോൾ രോഗിനെ എടുത്തുകൊണ്ട് വരും. വന്നിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് പോകും. അങ്ങനെ ഒന്നും നടക്കത്തില്ല. ഇവിടെ വന്നു പോയാൽ കൃത്യമായിട്ട് വിഷയങ്ങളെല്ലാം ചെയ്യാനുള്ള മനസ്സും സമാധാനമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. അല്ല എന്തിട്ട് ഓപ്പറേഷനോ പോലെ ഒന്നും നമ്മളിങ്ങനെ ബന്ധുക്കളെ കാണിക്കാൻ വേണ്ടിയേ രോഗികളെ കൊണ്ടുവരും. അവർക്ക് ഉദ്ദേശമുണ്ട് ഇത് രോഗിനെ സുഖപ്പെടണമെന്നുള്ള അവർക്ക് ഉദ്ദേശമില്ല. അവർക്ക് ഉദ്ദേശം ഉണ്ടെങ്കിലും ഉടമ്പടി വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ചെയ്യുമല്ലോ. അപ്പോൾ ചിലപ്പോൾ അച്ഛൻ്റെ ഒരു കയ്യൊപ്പ് പ്രാർത്ഥന മേടിച്ചാൽ മതി എന്ന് പറയും. ഇപ്പോൾ കയ്യൊപ്പ് പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാലും ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ ബേസിലാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ വെറുതെ കൈവച്ച് പ്രാർത്ഥിക്കാതെ ഇത് വഴിയായത് കാരണം പോകുന്ന ആൾക്കാർ ഒത്തിരി പേരിൻ്റെ അടുത്ത് കയറി മാതാവിൽ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകണം. ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നതായിരിക്കണം. എക്സ്ട്രാ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊരു ജനറൽ ധ്യാനകേന്ദ്രമല്ല ഇത് ഉടമ്പടി ധ്യാനകേന്ദ്രമാണ്. അപ്പോൾ ദൈവം ഉടമ്പടി തന്നത് കാരണം അതുവഴി 100 കണക്കിന് അനുഭവങ്ങൾ ആൾക്കാർ ഓരോ ദിവസവും സാക്ഷ്യമില്ലേ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോടാണ് ഞങ്ങൾക്ക് വിശ്വസ്തതയുള്ളത്. കാര്യം നിങ്ങളെ സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും ഒക്കെ വിട്ട് മാനുഷികമായിട്ട് ഒരു ഇത് സ്വാതന്ത്ര്യം കാണിച്ചാലേ കർത്താവ് ഉടമ്പടിയുടെ കൃപയെടുത്ത് മാറ്റിയാൽ എന്ത് ചെയ്യും? പിന്നെ തീർന്നില്ലേ? പിന്നെ ഈ മനുഷ്യനെ പൊക്കിക്കൊണ്ടെന്ന് വല്ല കാര്യമുണ്ട്. അതുകൊണ്ട് ആരെയും പൊക്കിക്കൊണ്ടൊന്നും നടക്കത്തില്ല. നിങ്ങൾ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും വന്ന് ഉടമ്പടി ചെയ്ത് മാന്യമായിട്ട് ഭംഗിയായിട്ട് ഉടമ്പടി പ്രകാരം തന്നെ എല്ലാ വിഷയങ്ങളും നിറവേറ്റണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം കൃപാസനത്തിൻ്റെ അമ്മയ്ക്കൊരു മുറി എൻ്റെ സ്വന്തം പ്രാർത്ഥന മുറി എന്നുള്ള കൃപാസന പ്രോജക്റ്റാണ്. അതായത് ഒത്തിരി പേര് അകലെ നിന്നുള്ളവരാണ്. ഇത് അടുത്തുള്ളവരെ ഉദ്ദേശിച്ചല്ല. മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്നവരും മറ്റ് അകലെയുള്ള ജില്ലകളിൽ നിന്ന് വന്നവരെ ഇവിടെയൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വലിയ വിലക്ക് താമസിക്കുന്നവരെ താമസിച്ചാൽ അവർക്ക് വാടക കൊടുത്ത് താമസിക്കുക. 2000, 1000, 500 വരെയുള്ള വാടകകളുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രീ അക്കോമഡേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് നടത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ മുറികൾ കുറേ ചെയ്യുന്ന ആ മുറിയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് സംഭാവന മേടിക്കുമായിരിക്കും. വളരെ ചുരുങ്ങിയ ലെവലിലുള്ള സംഭാവന മേടിക്കും. പക്ഷേ നിങ്ങൾക്ക് എന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് ആ മുറി 4 ദിവസം ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് അമ്മയ്ക്കൊരു മുറി എന്ന് പറയണത്. അങ്ങനെ 5 വർഷം കിട്ടും. 5 വർഷത്തേക്ക് ഒരു മുറി 4 ദിവസം വെച്ച് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരു പ്രോജക്റ്റാണ് അമ്മയ്ക്കൊരു മുറി എൻ്റെ സ്വന്തം പ്രാർത്ഥനാ മുറി. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് വന്നിട്ട് ഇവിടെ ഒരു ദിവസം താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. അപ്പോൾ ആ താമസിക്കുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള മുറികളാണ് ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാം നമ്മളൊരു പുതിയ സ്ഥലം മാതാവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതിലാണ് ഈ മുറി പണിയുന്നത്. അപ്പം അതിനുവേണ്ടി മുറി ഫ്രീ ആയിട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നവരെ ഈ നമ്പറിൽ വിളിക്കുക. 9447696815 ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. ഇനി അച്ഛൻ ആൾക്കാരെ കാണുന്ന വിഷയം, തത്വത്തിൽ ഞാൻ എല്ലാവരെയും കാണും. എല്ലാ മനുഷ്യരെയും ഞാൻ കാണും. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഉടമ്പടി പുതുക്കിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രയോറിറ്റി.